ആറന്മുള വള്ളംകളി എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള വള്ളംകളി തന്നെയാണ്. ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും എല്ലാം തന്നെ ഇവർ മുറുകെ പിടിക്കുന്നു. ഇതിന് പിന്നിലെ വിശ്വാസം എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മങ്ങാട്ട് ഭട്ടതിരിക്ക് സന്താന ഭാഗ്യമില്ലായിരുന്നു. ഏറെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് കുട്ടി ജനിക്കുന്നു. അപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്നു അത് തിരുവാറന്മുള അപ്പനാണ് കുട്ടിയെ നൽകിയത് എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് തൊട്ടടുത്ത വർഷം മുതൽ ഒരു ബ്രഹ്മചാരിക്ക് ഓണസദ്യ ഒരുക്കി ഭട്ടതിരി കാത്തിരുന്നു. അങ്ങനെ ഒരു വർഷം ഈ ഓണസദ്യ കഴിക്കാൻ എത്തിയില്ല, ഒരു ബ്രഹ്മചാരിയും എത്തിയില്ല. അങ്ങനെ വളരെ ദുഃഖത്തോടെ ഇരുന്ന ഘട്ടത്തിലാണ് ഒരു ചെറിയ കുട്ടി ഈ ഓണസദ്യ കഴിക്കാൻ വരുന്നതും ആ സദ്യ കഴിച്ച് സന്തോഷത്തോടെ മടങ്ങുന്നതും. ആ രാത്രി ഈ മങ്ങാട്ട് ഭട്ടതിരി ഒരു സ്വപ്നം കാണുന്നു. തിരുവാറന്മുള അപ്പനാണ് ഈ ബാലൻ്റെ രൂപത്തിൽ, ചെറിയ കുട്ടിയുടെ രൂപത്തിൽ വന്ന് തൻ്റെ സദ്യ കഴിച്ചത് എന്ന് ഒരു സ്വപ്നം കാണുന്നു. അതുപോലെ തന്നെ ആ സ്വപ്നത്തിൽ തിരുവാറന്മുള അപ്പൻ അദ്ദേഹത്തോട് പറഞ്ഞതായി അദ്ദേഹം വിശ്വസിക്കുന്നു. അതായത് ഇനി മുതൽ ഭക്ഷണം അല്ലെങ്കിൽ ഓണസദ്യക്കുള്ള വിഭവങ്ങൾ, തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങൾ ആറന്മുള അമ്പലത്തിൽ എത്തിച്ചാൽ മതിയെന്ന്. അങ്ങനെ തൊട്ടടുത്ത വർഷം മുതൽ ആറന്മുള അമ്പലത്തിലേക്ക് തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളും വഹിച്ചുകൊണ്ടുള്ള തോണിയിൽ അദ്ദേഹം പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് കൊള്ളക്കാർ ഇദ്ദേഹത്തെ ഈ തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങൾ കൊള്ളയടിക്കാനായി അവിടേക്ക് എത്തുന്നത്. അങ്ങനെ ആ ചുറ്റുമുള്ള കരയിലുള്ള ആളുകൾ പള്ളിയോടങ്ങളിൽ ഈ രക്ഷയ്ക്കായി, ഈ ഭട്ടതിരിയുടെ രക്ഷയ്ക്കായി പള്ളിയോടങ്ങളിൽ എത്തി. അന്ന് മുതൽക്കാണ് ഈ പള്ളിയോടങ്ങൾ കൂടി ഈ തിരുവോണ തോണിക്കൊപ്പം ചേരുന്നതും ഈ പള്ളിയോടം മത്സരത്തിൻ്റെ ഭാഗമാകുന്നതും വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും എല്ലാം ഭാഗമാകുന്നതും. തൊട്ടടുത്ത വർഷം മുതൽ ഈ പള്ളിയോടങ്ങൾ ഈ തിരുവോണ തോണിയെ അനുഗമിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് തിരുവോണ തോണിയും ഈ പള്ളിയോടങ്ങളുമായിട്ടുള്ള ബന്ധവും ഐതിഹ്യവും വിശ്വാസവും എല്ലാം ഈ നാടിൻ്റെ ഭാഗമായി മാറുന്നത്. എന്തായാലും അത്തരത്തിലുള്ള വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആറന്മുളക്കാർ ഈ തിരുവോണത്തോണിയെയും പള്ളിയോടങ്ങളെയും ആറന്മുള ജലോത്സവത്തെയും എല്ലാം കാണുന്നത്. ചെറിയ മാറ്റങ്ങൾ, ഈ വേഗതയും ഇതെല്ലാം തന്നെ വിജയം തീരുമാനിക്കുന്ന മാനദണ്ഡമായി മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ആറന്മുളക്കാർക്ക് അല്ലെങ്കിൽ ഈ പള്ളിയോടക്കാർക്ക് 52 കരകളിലെയും പള്ളിയോടക്കാർക്കെല്ലാം തന്നെ വിശ്വാസവും ഐതിഹ്യവും ഒക്കെ തന്നെയാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്.